തിരൂരങ്ങാടി നഗരസഭ ചെയർമാൻ കൂടി ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ ഒരു റോഡിന്റെ നിർമ്മാണ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ധാരാളമായി. കോഴിക്കോട് ജില്ലയിലെ നിർമ്മാണം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് ഫില്ലർമല് ചെയ്തതാണ്. ഇങ്ങനെ ഇത്ര ഉയരത്തിലൊരു നിർമ്മാണം ആശങ്ക വല്ലാതെ ആളുകൾക്കുണ്ടാക്കി. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ഈ ജില്ലയിലേക്ക് ഇതിന് നിർമ്മാണം വന്നപ്പോൾ തന്നെ എന്ന് തുടങ്ങിയാണോ അന്നു മുതൽ മരണം തുടങ്ങി അപകടം. ഈ പാലം വരുന്നതിനും റോഡ് വികസിക്കുന്നതിനും വലിയ താല്പര്യപൂർവ്വം കാത്തിരുന്ന ആളുകൾക്ക് അവസാന നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ, ഈ വളവുകൾ, തിരിവുകൾ, എടരിക്കോട്, ചങ്കുവട്ടി ഈ ഭാഗങ്ങളുണ്ടാകുന്ന ഇപ്പം കക്കാട് ജംഗ്ഷനിൽ പലവട്ടമായി പാലം റോഡ് ഭാരം താങ്ങാൻ പറ്റാതെ റോഡ് ഇരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ. വയലുകളിലൊക്കെ എന്താണ് സംഭവിച്ചത് നമുക്ക് ടെക്നോളജിക്കലായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അശാസ്ത്രീയത ഉണ്ടെന്നുള്ളതിന് നിർമ്മാണം കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പം ഈ ആഴ്ചയിൽ എത്ര എണ്ണായും മരിക്കണം. പിന്നെ തിരുവനന്തപുരം നഗരസഭയുടെ അപ്പുറത്ത് കോഴിച്ചനം ഭാഗത്ത് മിനിഞ്ഞാന്ന് 3 ട്രക്ക് ഓരോ വണ്ടിയും പെട്ടെന്ന് ഓടിക്കാൻ വഴിക്ക് തെന്നിപ്പോവാണ്. അപ്പം ഇത് വരുന്നതിന് മുമ്പ് ഇത്ര അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഈ റോഡിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും അതിന്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ അതിലൂടെ വാഹനങ്ങൾ പോകുന്നതാണ് നമുക്ക് വലിയ അഭിമാനമായിരുന്നു. കാരണം കേരളത്തിലേക്ക് വലിയൊരു മാറ്റം നമ്മൾ വരുന്നു എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ടോ ഈ അപകടങ്ങൾ? ഈ ഒരു അപകടം കൊണ്ട് മാത്രമാണ് കുഴപ്പമില്ലല്ലോ, ഒട്ടനവധി അപകടങ്ങൾ ഇപ്പം നടന്നു. ഇതൊരു യാദൃശ്യ സംഭവമോ വലിയ പെട്ടെന്നുണ്ടായതെന്നൊക്കെ. ഈ നിർമ്മാണത്തിൽ ഒരുപാട് അപാകത ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ജനങ്ങളുമായി ചർച്ച ചെയ്ത് ഇത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നു, ആരോ നിർമ്മാണം നടത്തുന്നു, അതും പരാതി കൊടുത്താലും പരിഹാരമില്ലാതെ പോകുന്നു എന്നതാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ഇനി വരട്ടെ. MLA-മാരും ഭരണകർത്താക്കളൊക്കെ ഉണ്ടല്ലോ പ്രാദേശിക. ഇവിടെ ഇപ്പം തന്നെ AR നഗർ പഞ്ചായത്ത്, തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി, വേങ്ങര പഞ്ചായത്ത് എല്ലാവരും ഭാരവാഹികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി MLA-മാരൊക്കെ വന്ന് കലക്ടർ എത്തിയിട്ട് വേണം. ഈ നിർമ്മാണത്തിനേക്കാളേറെ ഫ്ലൈ ഓവർ നിർമ്മാണമാണ് ഇനി ഇവിടെ ആവശ്യം. അതിന്റെ പ്രത്യേകിച്ച് ഇവിടെ ചതുപ്പ് നിലമാണ്. ഈ ചതുപ്പ് നിലത്തിന്റെ ഈ ഭൂമിന്റെ ശാസ്ത്രീയത പോലും മനസ്സിലാക്കാതെ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാർ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഫ്ലൈ ഓവർ വേണമെന്നാണ്. ഫ്ലൈ ഓവർ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അന്ന് സ്ഥലം സന്ദർശിച്ച ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അടക്കം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് മന്ത്രിയുടെയും ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കലക്ടറുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് നടന്നിട്ടും ആ മീറ്റിംഗിലെല്ലാം പറഞ്ഞിട്ട് പോലും അതെല്ലാം അവഗണിച്ചിട്ടാണ് അവർ ഈ കോലത്തിലേക്കുള്ള ഒരു നിർമ്മാണം. പ്രധാനപ്പെട്ട കാര്യമാണ് ചതുപ്പ് നിലത്തിലൂടെ ഈ ഒരിക്കലും ഇത്തരം റോഡ് നിൽക്കില്ല എന്നുള്ളത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് KNR നടത്തിയ വർക്കിന് മാത്രമാണ് ഇതുപോലുള്ള സിമന്റ് ബ്ലോക്ക് വെച്ചിട്ട് സൈഡ് ബെത്ത് കെട്ടിയിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ ചാവക്കാട് മുതൽ ആ റീച്ച് ആലപ്പുഴ വരെ നീളുന്ന റീച്ചിൽ എല്ലായിടത്തും പ്രീകാസ്റ്റ് സ്ലാബുകളാണ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഇവിടുത്തെ പൊതുപ്രവർത്തകർ എപ്പോഴും ഇത് സന്ദേഹപ്പെടാറുണ്ട്. ഇത് ഒരു വലിയ അപകടത്തെ വിളിച്ചു വരുത്തിന് മുമ്പുള്ള സൂചനയായിട്ട് വേണം ഇത് നാട്ടുകാർ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഇതിനൊരു ഹെവി വെഹിക്കിൾ ട്രക്ക് ഇടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു JCB തട്ടുകയാണെങ്കിൽ ഇത് മൊത്തം കീഴവിയും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 നില കെട്ടിടത്തിന്റെ ഉയരമാണ്. ഇത് വലിയൊരു അപകടത്തിന് മുമ്പ് ചെറിയൊരു അപകടം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ സൂചനയായി കണ്ട് നമ്മൾ തീർച്ചയായിട്ടും KNRന്റെ ഈ വർക്കിനകത്ത് ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ട്. ഞങ്ങൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ തൊട്ടടുത്ത് പനമ്പുഴ ബ്രിഡ്ജുണ്ട്. എനിക്കറിയാം 1980 ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. അവിടെ 2 ലൈന് മാത്രമേ ഉള്ളൂ. സർവീസ് റോഡ് കട്ട് ചെയ്തു. മെയിൻ റീച്ച് എന്ന് പറയുന്നത് എല്ലായിടത്തും കേരളത്തിലുടനീളം 3 ട്രാക്കാണ്. 3 ട്രാക്കും സർവീസ് റോഡും. അങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട് 8 ട്രാക്കാണ് ഇതിനകത്തുള്ളത്. ഇവിടെ വെച്ച് അത് മുറിച്ചിട്ട് 2 ട്രാക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ രൂപത്തിലാണ് KNRന്റെ വർക്ക്. നിങ്ങളൊന്ന് നോക്കൂ, കോഴിക്കോടിന് അപ്പുറം അവിടെ ഒന്നും ഇങ്ങനത്തെ നിർമ്മാണം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇത് അശാസ്ത്രീയമാണ്. ഇത് സിമന്റ് ബ്ലോക്ക് സാധാരണഗതിയിൽ ചെറിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. വലിയ കെട്ടിടങ്ങൾക്ക് നമ്മൾ സാധാരണഗതിയിൽ PCC ചെയ്ത ഫില്ലറുകളിലാണ് ബിൽഡിങ്ങുകളൊക്കെ പോകുന്നത്. ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ, 5 നില കെട്ടിടത്തിന് ഉയരമാണ്. ഏതാണ്ട് 15-20 മീറ്റർ ഹൈറ്റിലുള്ള ഭീമാകാരമായ ഒരു സൈഡ് വാളാണ് ചൈനീസ് മതിൽ കണക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അധികാരികൾ കേരള PWDയും അതുപോലെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പും ഇത് കൃത്യമായി ശാസ്ത്രീയമായി അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ടെക്നിക്കൽ എക്സ്പേർട്സ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ടെക്നിക്കൽ സംഗതികൾ കൂടുതൽ പറയാൻ ഞങ്ങൾ പൊതുപ്രവർത്തകർ ആളുകളല്ല. പക്ഷെ ഇത് ഒരു വലിയൊരു അപകടമായി നമ്മളെ മുമ്പിൽ സൂചനയായി നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ റോഡിൽ പലരും
കാരണം ജനങ്ങളുടെ ഒരു പ്രതിഷേധം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വൈകാരികമായിട്ട് അവർ പറയുന്നതിൽ കാരണമുണ്ട്. മുൻപൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് കാര്യമായി കണക്കിലെടുത്തില്ല എന്നുള്ളത് നമുക്ക് ശ്രീജ നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ അവർ സൂചിപ്പിച്ചതും ഈ ഒരു പാടത്തിന്റെ നടുവിലൂടെ ഇത്തരത്തിൽ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കുന്നത് ചതുപ്പ് നിലത്തിലൂടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധാരണഗതിയിൽ അവിടെ ഒരു ബലക്കുറവ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇരിക്കുന്നൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ. ഇവിടെ ഫ്ലൈ ഓവർ വേണം എന്ന് നിർദ്ദേശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒട്ടേറെ നീരൊഴുക്കുകളുള്ള സ്വാഭാവികമായിട്ടും പാടമാകുമ്പോൾ അതിന്റെ മണ്ണിന്റെ ബലവും അല്ലെങ്കിൽ അതിന്റെ സ്വഭാവവും ഒക്കെ അത്തരത്തിൽ തന്നെയാകും. വലിയൊരു മഴ വരികയോ ഒരു വെള്ളപ്പൊക്കം വരികയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു മണ്ണിരിക്കുന്നതിനും മണ്ണ് ഒലിച്ചു പോകുന്നതിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈപ്പാസിന്റെ ഈ ഒരു സർവീസ് റോഡ് ഇത്തരത്തിൽ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത അത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇവിടെ ഫ്ലൈ ഓവർ എന്നൊരു ആവശ്യം ഈ പ്രദേശവാസികൾ ഉന്നയിച്ചതെന്നാണ് അവർ പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇപ്പോൾ ഈ കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന ഈ സർവീസ് റോഡ് ഇടിഞ്ഞപ്പോൾ അത് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഒട്ടേറെ അശാസ്ത്രീയമായ കാരണങ്ങൾ നിർമ്മാണത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിന് കാരണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണെങ്കിലും ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്ന് അഭിമാനമാകുന്ന ഒരു ദേശീയപാത അത് നിർമ്മാണത്തിലിരിക്കെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ സാഹചര്യങ്ങൾ കൊണ്ട് തകരുന്നു അല്ലെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. അധികൃതർ ഇനി എങ്ങനെ ഇതിൽ പരിഹാരം കാണും എന്നുള്ളത് മാത്രമല്ല ഇതൊരു സമാനമായ സാഹചര്യം മലപ്പുറം ജില്ലയിൽ പലയിടത്തുമുണ്ട്. ഇതുപോലെ തന്നെ ഈ ദേശീയപാത കടന്നു പോകുന്ന പാടങ്ങൾക്ക് നടുവിലുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതേ സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയും ഈ ഒരു അപകടം നമുക്ക് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർ ഈ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ശ്രീജ, ശരി, നിർമ്മാണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ സ്ഥലത്തെത്തിയ KPA മജീദ് MLA പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇവിടെ തന്നെ എൻ്റെ അറിവിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച തൽക്കാലം ഒരു സിമെന്റ് ഇട്ട് തൽക്കാലം പാച്ച് ആ ഉള്ളിൽ തൽക്കാലം അടച്ചതാണ്. ഇതിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ കാലവർഷ സ്ഥലമാണ്, മഴയുള്ള സ്ഥലം. ഇവിടെ ഇതുപോലെ ഇങ്ങനെ വൃത്തിയിട്ട് മണ്ണിട്ട് നിരത്തിയാൽ നല്ലൊരു മഴ വന്നാൽ ഈ വെള്ളം എവിടേക്ക് പോകണം? ഈ മണ്ണിലുള്ള ഈ വെള്ളം നിന്നുണ്ടെങ്കിൽ നേരെ കീഴ്പോട്ട് വരും. ഇത് കഴിഞ്ഞ തവണ ഈ കക്കാടിൻ്റെയും കുരിയാടിൻ്റെ ഇടയിൽ ഇതുപോലെ സംഭവിച്ചാണ്, ഇതുപോലെ ഇടിഞ്ഞു വീണാണ്. അന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ്, അന്നും കാര്യങ്ങളും ചെയ്തില്ല. ഞങ്ങളുടെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു മുന്നൊരുക്കമില്ലാതെ ചെയ്തു പോകുന്ന വർക്കാണ് ഉയർത്തിയതിലെ പ്രശ്നം തന്നെയാണ്. മണ്ണിട്ട് ഉയർത്തിയ പ്രശ്നം ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമില്ലേ? എത്ര ഉയരത്തിൽ ഇതുപോലെ കല്ല് വെച്ചിട്ടൊക്കെ അതിൽ മണ്ണിട്ടാൽ മഴ പെയ്താൽ എന്താ സ്ഥിതി? ആ വെള്ളത്തിന്റെ സ്ഥിതി വലിയ ദുരന്തമാണ്, വലിയ ദുരന്തം. കഴിഞ്ഞ വടങ്ങ സംഭവിച്ചു വളരെ ദുരന്തം ഉണ്ടായില്ല. ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾ ജില്ലാ വികസന സമിതിയിൽ ഈ പ്രശ്നം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മാത്രമല്ല, അവരിപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം എവിടെ പോകുന്നത്? ഈ വെള്ളം മുഴുവൻ നാട്ടുകാരുടെ വീടുകളിലേക്ക് കൂടുകയാണ്, പറമ്പ് കൂടുകയാണ്. ഒരു തീരുമാനം ഉണ്ടെന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ചെയ്ത കുറച്ച് ചെറിയ റോഡുകളുണ്ട്, പഞ്ചായത്തോടെ എല്ലാം അടച്ചിരിക്കുകയാണ്. എന്തായാലും തലനാരിഴയ്ക്കൊരു വലിയ ദുരന്തം ഒഴിവായി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അനുമോദ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ടിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. താൽക്കാലികമായി ഗതാഗതം തിരിച്ചുവിടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രദേശത്തെ സ്ഥിതി എന്താണ്? ഈ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗതം എങ്ങനെയാണ്? കക്കാട് ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം വാഹനങ്ങളെല്ലാം തന്നെ അതുവഴിയാണ് തിരിച്ചുവിടുന്നത്. പ്രധാനമായിട്ടും ഈ ദേശീയപാതയുടെ സർവീസ് റോഡിൽ കടന്നു പോകേണ്ട വാഹനങ്ങളാണ് ഇടറോഡുകളിലൂടെ അല്ലെങ്കിൽ ഇത്ര വീതിയില്ലാത്ത സാധാരണ റോഡുകളിലൂടെ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു തിരക്ക് ആ മേഖലയിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കക്കാട് ജംഗ്ഷനാണ് ഇവിടെയുള്ള ഈ പ്രദേശത്തിന് അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ. അതിനപ്പുറം വഴിപ്പറയും അവിടെയെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കോഴിക്കോട് പാതയിലൂടെയുള്ള ഗതാഗതം അത് ഏറെ സമയമെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും തീർക്കുക. പ്രധാന റോഡുകളൊക്കെ ഇതുപോലെ തന്നെ അടച്ചതുകൊണ്ട് നമ്മുടെ DYSP സാർ എവിടെയാണ് ഇപ്പോൾ ഗതാഗതം വഴിതിരിച്ചുവിട്ടിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഗതാഗതം? കുളപ്പുറത്ത് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, കക്കാട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, മേലെ ചേളാരി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡൈവേർഷൻ ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഇനി ഇത് തീരുന്നവരെ ഇത് ഡൈവേർഷൻ ഉണ്ടാകും. ഉണ്ടാവുന്ന ഉറപ്പാണ്. മാക്സിമം നടക്കും. പോലീസിനെ മാക്സിമം വിന്യസിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇന്നോ നാളെയോ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും
ഈ മേഖലയിലൂടെയൊക്കെ തന്നെ ആയിരിക്കും ഗതാഗതം വഴിതിരിച്ചു വിടുക. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ദിവസങ്ങളോളം തുടരും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ശ്രീജ, ഇനി അറിയേണ്ടത് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് അത് വരേണ്ടത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടോ? ഇങ്ങനെ മുൻപും സംഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പം നേരത്തെ നഗരസഭാ ചെയർപേഴ്സണും KP മജീദും ഒക്കെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് എന്തായിരുന്നു ഇവരുടെ വിശദീകരണം? അല്ല, നിർമ്മാണത്തിലിരിക്കെ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള, അതായത് കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് നിർമ്മാണത്തിലിരിക്കെ